ഒരു വർഷക്കാലമായി കേരളത്തിലുടനീളം കോൺഗ്രസ് പാർട്ടിയുടെ UDF-ന്റെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിലൂടെ യാത്ര ചെയ്യാൻ അവസരം കിട്ടിയ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്, കേരളം കോൺഗ്രസിന്റെ മടങ്ങിവരവ് ആഗ്രഹിക്കുന്നു. കേരളം UDF-ന്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നു. 14 ജില്ലകളിൽ എല്ലായിടത്ത് പോകുമ്പോഴും കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ യാത്ര ചെയ്യുമ്പോഴും എനിക്ക് അവരുടെ ഹൃദയസ്പന്ദനങ്ങൾ കേൾക്കാൻ കഴിയുന്നുണ്ട്. അവരുടെ ശ്വാസവായുവിൽ നിന്ന് എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അവർ ആഗ്രഹിക്കുന്നു ഈ സംസ്ഥാനത്ത് കോൺഗ്രസ് തിരിച്ചു വരണം, ഈ രാജ്യത്ത് കോൺഗ്രസ് തിരിച്ചു വരണം. ഇത് കേവലം കോൺഗ്രസ് പ്രവർത്തകരുടെ UDF അനുഭാവികളുടെ മാത്രം ആഗ്രഹമല്ല. മിക്കവാറും ഏതൊരു പരിപാടി കഴിഞ്ഞ് പോകുമ്പോഴും ആ പരിപാടിയുടെ സ്ഥലത്ത് നിന്ന് ഒരു 50 മീറ്റർ മാറി എന്റെ കാറിന് ആരെങ്കിലും ഒരാൾ കൈ കാണിക്കും. ഇരുട്ടിൽ നിന്ന് കൈ കാണിക്കുന്ന വ്യക്തി കാറിനടുത്തേക്ക് വന്നിട്ട് ചില്ല് താഴ്ത്തുമ്പോൾ പറയും, ഞാൻ ഈ പ്രദേശത്തെ CPIM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്, അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. സന്ദീപേട്ട, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഈ പിണറായി വിജയന്റെ ഭരണത്തെ എങ്ങനെയെങ്കിലും ഒന്ന് താഴെ ഇറക്കി തരണം. ഇതാണ് പറയാറുള്ളത്. ഇതെല്ലായിടത്തെയും പൊതുവായിട്ട് ഞാൻ കേൾക്കുന്ന, ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നു, CPM-കാർ പ്രത്യേകിച്ച് ആഗ്രഹിക്കുന്നു, പിണറായി വിജയന്റെ ഭരണം അവസാനിക്കണമെന്ന് ഇന്ന് ആത്മാർത്ഥമായി നമ്മളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് വേങ്ങരയിൽ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന CPM-ന്റെയും DYFI-യുടെയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. എന്താ കാരണം ഇനി ഒരു 5 കൊല്ലം കൂടി പിണറായി ഭരിച്ചാൽ അവരുടെ പാർട്ടി ബാക്കി ഉണ്ടാവില്ല എന്ന ആശങ്കയാണ് ആ പാവങ്ങൾക്ക്. ഇത്രയും കാലം പിടിച്ച ചെങ്കൊടി ഇനി ബാക്കി ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ കളർ മാറി അത് കാവിയായി കഴിഞ്ഞു. കുറച്ചുകൂടി കഴിഞ്ഞാൽ കയ്യിൽ പിടിച്ചിരിക്കുന്ന ചെങ്കൊടി മാരാർജി ഭവനിൽ കൊണ്ടുപോയി പണയം വെക്കേണ്ട ഗതികേടുണ്ടാവുമെന്ന ഭയം കൊണ്ട് ആ പാവങ്ങൾ ചിന്തിക്കുകയാണ്, ഈ പിണറായിയുടെ ഭരണം പോകണം. എന്താ കാരണം? ഇത്രയും കാലം അവർ അഭിമാനബോധത്തോടുകൂടി ഉയർത്തിപ്പിടിച്ച ചെങ്കൊടി, അവർ അഭിമാനത്തോടുകൂടി ഉയർത്തിപ്പിടിച്ച മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രത്യയശാസ്ത്രം, അവർ കരുതിയത് അവരുടെ പാർട്ടിയും അവരുടെ പ്രത്യയശാസ്ത്രവും അവരുടെ ജീവിതകാലത്ത് ഒരിക്കൽ പോലും RSS-ഉമായി സന്ധി ചെയ്യില്ല എന്നാണ് ആ പാവങ്ങൾ ചിന്തിച്ചത്. സംഘപരിവാറുമായി ഒരിടത്ത് പോലും തങ്ങളുടെ പാർട്ടി സന്ധി ചെയ്യില്ല, ഒരുമിക്കില്ല, അവരോട് സമരസപ്പെടില്ല എന്നായിരുന്നു ഈ നാട്ടിലെ സാധാരണക്കാരായ സഖാക്കൾ ചിന്തിച്ചിരുന്നതെങ്കിൽ ഇന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, അവരുടെ പാർട്ടിയെയും അവരുടെ പ്രത്യയശാസ്ത്രത്തെയും അവർ പ്രിയപ്പെട്ടതായി നെഞ്ചേറ്റിയിരിക്കുന്ന ചെങ്കൊടിയെയും വരെ അമിത്ഷായുടെ കാലിന് ചുവട്ടിൽ കൊണ്ടുപോയി പിണറായി വിജയൻ പണയം വെച്ചിരിക്കുന്നു എന്ന് ഇന്ന് പാവപ്പെട്ട സഖാക്കൾക്ക് പോലും ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ ആഗ്രഹിക്കുന്നത്, ഈ ഭരണം അവസാനിക്കണം, ഇവിടെ കോൺഗ്രസ് തിരിച്ചു വരണം. എന്തിന് കോൺഗ്രസ് തിരിച്ചു വരണം? RSS-ന് മുന്നിൽ, സംഘപരിവാറിന് മുന്നിൽ മുട്ടുമടക്കാത്ത, നട്ടെല്ല് കുനിക്കാത്ത, ആർജവത്തോടുകൂടി ഈ നാടിന്റെ ബഹുസ്വരതയെ മുന്നോട്ട് നയിക്കാൻ ശേഷിയുള്ള, ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ശേഷിയുള്ള ഒരേ ഒരു പ്രസ്ഥാനം ഇന്ന് ഈ രാജ്യത്ത് ബാക്കിയുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് ഇപ്പോ രാഷ്ട്രീയ എതിരാളികൾ പോലും സമ്മതിക്കുന്നു. അല്ലേ? പിണറായി എന്തൊക്കെ വീരവാദം പറഞ്ഞിരുന്നത്! RSS-കാരൻ ബ്രണ്ണൻ കോളേജ് പഠിക്കുന്ന കാലത്ത് ഊരിപ്പിടിച്ച വാളിന്റെയും ഉയർത്തിപ്പിടിച്ച കത്തിയുടെയും നടുക്കുകൂടി ഞാൻ നടന്നു പോയിട്ടുണ്ട് എന്ന് വീരവാദം പറഞ്ഞ മുഖ്യമന്ത്രിയായിരുന്നല്ലോ. കൂത്തുപറമ്പിൽ, തലശ്ശേരിയിൽ, പാനൂരിൽ, കണ്ണൂരിന്റെ വിവിധ സ്ഥലങ്ങളിലൊക്കെ RSS-നെ നേരിടാൻ മുന്നിൽ നിന്നയാളായിരുന്നു ഞാൻ എന്ന് വീരസ്യം പറഞ്ഞിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ RSS-കാരനേക്കാൾ കൊടിയ RSS-കാരനായി മാറി. നിങ്ങൾ കണ്ടല്ലോ, ഈ സർക്കാർ ഏറ്റവും ഒടുക്കം ഒപ്പിട്ട പദ്ധതി ഏതാ? PM ശ്രീ പദ്ധതി. എന്താ PM ശ്രീ പദ്ധതി? RSS-ന്റെ അടിസ്ഥാന ആശയങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഈ രാജ്യത്തെ കുട്ടികളുടെ തലച്ചോറിലേക്ക് തങ്ങളുടെ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടി, അവരുടെ മസ്തിഷ്കത്തെ സ്വാധീനിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ബഹുസ്വരമായ വിദ്യാഭ്യാസ നയത്തെ മാറ്റിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തെയും നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെയും നമ്മുടെ നേതാക്കളെയും ഒക്കെ ചരിത്രത്തിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് RSS-ന്റെ പ്രത്യയശാസ്ത്രം നമ്മുടെ കുട്ടികളുടെ തലച്ചോറിലേക്ക് കുത്തിവെക്കാൻ വേണ്ടി അവർ നടപ്പാക്കുന്ന പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം,
ആ ദേശീയ വിദ്യാഭ്യാസ നയം ഒളിച്ചു കടത്താൻ വേണ്ടി നടപ്പാക്കിയ PM ശ്രീ പദ്ധതി, ഈ പദ്ധതി വന്നപ്പോ കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും അടക്കം സകലമാന മനുഷ്യരും സകലമാന മലയാളികളും എടുത്തൊരു നിലപാടുണ്ട്. എന്താണ് ആ നിലപാട്? ആ നിലപാടെന്ന് പറയുന്നത് RSS മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാഭ്യാസ അജണ്ട, വർഗീയ അജണ്ട കേരളത്തിന്റെ മണ്ണിലേക്ക് കടത്താൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് കേരളത്തിൽ നിലപാടെടുത്തത് കേവലം കേരളം ഭരിക്കുന്നവര് മാത്രമല്ല, പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് പാർട്ടി കൂടി ചേർന്നിട്ടായിരുന്നു. നമ്മളും ചേർന്നിട്ടാണ് തീരുമാനമെടുത്തത്. ഒരു കാരണവശാലും പുതിയ വിദ്യാഭ്യാസ നയത്തെ, RSS മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാഭ്യാസ നയത്തെ കേരളത്തിന്റെ മണ്ണിൽ അനുവദിക്കുകയില്ല എന്ന ധീരമായ പ്രഖ്യാപനം നമ്മൾ നടത്തി. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ആ തീരുമാനമെടുത്തു. മലയാളി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആ തീരുമാനമെടുത്തു. പക്ഷേ പ്രിയപ്പെട്ടവരെ, എന്താ കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്തത്? കേരളത്തിലെ മുഖ്യമന്ത്രി കഴിഞ്ഞ മാസം 9-ാം തീയതി പോയി അമിത്ഷായെ കണ്ടു. അതിനുശേഷം നരേന്ദ്രമോദിയെ കണ്ടു. അതിനുശേഷം പോയി 9-ാം തീയതി പോയി PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു. അമിത്ഷായും മോദിയും പറഞ്ഞു, പിണറായി വിജയൻ അടുത്ത് ചെയ്യേണ്ടത് ഞങ്ങളുടെ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ മോദിയും അമിത്ഷായും എന്തു പറഞ്ഞോ അതനുസരിച്ച് പിണറായി വിജയനും സംഘവും ഡൽഹിയിൽ പോയി PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു. കേരളത്തിലേക്ക് തിരിച്ചു വന്നു. മന്ത്രിസഭാ യോഗത്തിൽ CPIയുടെ മന്ത്രി, തൃശൂരിലെ ഒല്ലൂരിൽ നിന്നുള്ള ജനപ്രതിനിധിയായ റവന്യൂ മന്ത്രി രാജൻ ഇതൊന്നും അറിയാതെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഒരിക്കലും PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് പോകരുതെന്ന് പറഞ്ഞു. രാജൻ ഇത് പറഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ, എന്താ പിണറായി വിജയൻ ചെയ്തത്? മന്ത്രിസഭയിലെ തന്റെ സഹമന്ത്രി 2-ാം സ്ഥാനക്കാരനായിട്ടുള്ള രാജൻ കേരളത്തിലെ മന്ത്രിമാരുടെ കാറുകളുടെ നമ്പർ നോക്കുമ്പോ 2-ാം നമ്പർ കാർ ഉപയോഗിക്കുന്ന രാജൻ മന്ത്രിസഭയിലെ 2-ാമൻ പറഞ്ഞു ഇതിൽ ഒപ്പിടരുത് എന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ, പിണറായി വിജയൻ അത് കേൾക്കാത്തതുപോലെ ഇരുന്നു. മന്ത്രിസഭയ്ക്കകത്ത് കൂട്ടുത്തരവാദിത്തം ഉണ്ടാകേണ്ട മന്ത്രിസഭയ്ക്കകത്ത് നയപരമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുമ്പോൾ മന്ത്രിസഭയുടെ അംഗീകാരം വാങ്ങണമെന്ന മിനിമം മര്യാദ പോലും കാണിക്കാതെ, CPIക്കാരന് പുല്ലുവില പോലും കൊടുക്കാതെ പിണറായി വിജയന്റെ സംഘം അപ്പോഴേക്കും അത് ഒപ്പിട്ട് കഴിഞ്ഞിരുന്നു. വിദ്യാഭ്യാസ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഈ കാര്യത്തിൽ രാജൻ മിനിസ്റ്റർ അഭിപ്രായം പറഞ്ഞപ്പോ മറുപടി പോലും പറയാൻ തയ്യാറായില്ല. എന്തിനേറെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് പോലും ഇക്കാര്യം ചർച്ച ചെയ്തില്ല. ഈ ആക്ഷേപം ഉന്നയിച്ചത് കോൺഗ്രസ് പാർട്ടിയല്ല. ആരാ ആക്ഷേപം ഉന്നയിച്ചത്? ആക്ഷേപം ഉന്നയിച്ചത് CPI ആണ്. ആക്ഷേപം ഉന്നയിച്ചത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു, ഞങ്ങളെ ചതിച്ചു, ഞങ്ങളുടെ ഈ സർക്കാർ ചതി കാണിച്ചു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിന് പുറകിൽ ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് CPIയുടെ നേതാക്കന്മാരാ. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടു എന്ന് ആരോപിച്ചത് മന്ത്രിസഭയിലെ അംഗങ്ങളായിട്ടുള്ള CPIയുടെ മന്ത്രിമാരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്വന്തം മന്ത്രിസഭയിലെ സഹപ്രവർത്തകരെ പോലും അറിയിക്കാതെ RSS മുന്നോട്ട് വയ്ക്കുന്ന അജണ്ടയിൽ കൊണ്ടുപോയി തുല്യം ചാർത്തി തിരിച്ചു വന്ന പിണറായി വിജയൻ ഇനിയും അധികാരത്തിൽ തുടരണോ എന്ന് CPMകാര് തന്നെ ആലോചിക്കണം, സഖാക്കൾ ആലോചിക്കണം. ഞാൻ പറഞ്ഞല്ലോ, RSSനെ കാണുമ്പോൾ, അമിത്ഷായെ കാണുമ്പോൾ മുട്ടുവിറയ്ക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എന്നോർക്കുമ്പോ എനിക്ക് ലജ്ജ തോന്നുകയാണ്. ഓടോ, RSSനെയും BJPയെയും എതിർക്കാൻ ചുരുങ്ങിയ പക്ഷം ഈ സന്ദീപ് വാര്യർ കാണിക്കുന്ന ധൈര്യമെങ്കിലും പിണറായി കാണിക്കണ്ടേ? ഞാൻ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട്, അല്ലെ, ഇത്രയും വലിയ ഫാസിസ്റ്റുകളുടെ കൂട്ടത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഞാൻ ഈ കേരളത്തിൽ ഒരു പോലീസിന്റെ പിന്തുണയില്ലാതെ നടക്കുന്നില്ലേ? എന്നിട്ട് ഈ പിണറായി എന്തിനാ പേടിക്കുന്നത്? പിണറായിക്ക് പേടിയുണ്ട്. കാരണം എന്താ അറിയോ? ഞാനും മൂപ്പരും തമ്മിലൊരു വ്യത്യാസം, എന്റെ മടിയിൽ കനയില്ല എന്നുള്ളതാണ്. എന്റെ വീട്ടിൽ EDയെ വിട്ടാലും CBIയെ വിട്ടാലും ഇനി പിന്നെ വേറെ ഏത് ഏജൻസിയെ വിട്ടാലും എന്റെ വീട്ടിൽ നിന്നൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ പിണറായിയുടെ കഥ അതല്ല. പിണറായിയും കുടുംബവും പിണറായിയുടെ സഹപ്രവർത്തനം ചെയ്ത 100,000 അഴിമതികളുടെ രേഖകളാണ് അമിത്ഷായുടെ ടേബിളിന് മുകളിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയമാണ്. ആ ഭയമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ അമിത്ഷായുടെയും സംഘപരിവാരത്തിന്റെയും ദാസനായിട്ട് മാറ്റിയിട്ടുള്ളത്. ഇപ്പൊ പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി കഴുത്തിലൂടെ നരേന്ദ്രമോദി ഒരു ചങ്ങലയിട്ടിട്ടുണ്ട്. അദൃശ്യമായ ആ ചങ്ങലയിൽ വലിച്ചുകൊണ്ട് നരേന്ദ്രമോദി ചാടിക്കളിക്കടാ കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കുന്ന ഒരു കുഞ്ഞിരാമനായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറി എന്നുള്ളതിൽ ഒരു മലയാളി എന്ന നിലയ്ക്ക് എനിക്ക് ലജ്ജ തോന്നുകയാണ്. ഇന്നലെ ആത്മകഥ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ ആത്മകഥ എഴുതിയത് EP ജയരാജനാണ്. ആരാണ് EP ജയരാജൻ?
CPM-ന്റെ വലിയ നേതാവാണ്, കേന്ദ്ര കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള വലിയ പദവികൾ അലങ്കരിക്കുന്ന മുൻ മന്ത്രിയാണ്, CPM-ന്റെ ബഹുമാന്യനായിട്ടുള്ള നേതാവാണ്. സർവോപരി ഒരു മണ്ടനാണ്. മൂപ്പര് എഴുതിയ ആത്മകഥയാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത്. ആത്മകഥയിൽ മൂപ്പര് പറയുന്നത്, മൂപ്പരുടെ മകനെ ശോഭാ സുരേന്ദ്രൻ ബന്ധപ്പെട്ടു, ഞാൻ ഫോൺ നമ്പർ എടുത്തു, സ്ഥിരമായി വിളിച്ചിരുന്നു, എന്റെ മകനെ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ചു എന്നാ പറയുന്നത്. EP ജയരാജനെ വോട്ട് കിട്ടില്ല, പിന്നെ മൂപ്പരുടെ മകന് വല്ല വോട്ടും കിട്ടാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് BJP-ക്കാര് ആ മണ്ടത്തിലൊന്നും കാണിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഒരു കാര്യം, അന്ന് BJP-യിൽ ഉണ്ടായിരുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ കൃത്യമായി പറയുന്നു, EP ജയരാജനുമായി BJP ഡീലുണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. EP ജയരാജൻ BJP-യിൽ ചേരാൻ പാതി മനസ്സോടെ സമ്മതിച്ചതാണ്. ഡീല് നടന്നതാ. മൂപ്പരുടെ റിസോർട്ടിൽ ആരാ പാർട്ണർഷിപ്പ്? BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ റിസോർട്ടിൽ പാർട്ണർ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റി പ്രസിഡന്റും ഒരു BJP നേതാവും തമ്മിലായിരുന്നു പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഈ നാട്ടിലുണ്ടാകുന്ന പുകിൽ എന്തൊക്കെയാവുമായിരുന്നു? അവിടെയാണ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും BJP-യുടെ സംസ്ഥാന പ്രസിഡന്റും ചേർന്ന് കച്ചവടം നടത്തുന്നത് ഈ നാട്ടില്. എന്നിട്ട് ഇപ്പൊ പറയാണ്, എനിക്ക് ആ പരിപാടിയൊന്നും ഉണ്ടായില്ല, ശോഭ വിളിച്ചത് മകനെ സ്ഥാനാർത്ഥിയാക്കാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മണ്ടനാണ്, ഒരു നുണ പറയാൻ പോലുള്ള കഴിവില്ലാത്തൊരു മനുഷ്യനാണ്. ഇതൊന്നും സഖാക്കൾ വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നേരത്തെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മൂപ്പരുടെ വേറൊരു ആത്മകഥയുടെ പേജുകൾ പുറത്തു വന്നതാ. എന്തായിരുന്നു? കട്ടൻ ചായയും പരിപ്പോടയും എന്നോട്ട് അങ്ങനെ ഒരു പുസ്തകം വലിയ വിവാദമായല്ലോ. അതുകൊണ്ട് സഖാക്കളെ, നിങ്ങളുടെ ഒരു നേതാക്കളെയും നിങ്ങൾ വിശ്വസിക്കേണ്ട. എല്ലാവർക്കും BJP-യുമായി ധാരണയുണ്ട്. എല്ലാവർക്കും BJP-യായിട്ട് ധാരണയുണ്ട്. ഇന്നത്തെ കാലത്ത് CPM-ഉം BJP-യും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. രണ്ടു കൂട്ടരും എല്ലാ തലങ്ങളിലും സമാനമായിട്ടുള്ള ആശയങ്ങൾ പറയുന്നു, സമാനമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നു, സമാനമായിട്ടുള്ള കോർപ്പറേറ്റ് മുതലാളിമാരുമായിട്ട് ചങ്ങാത്തം ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്നപ്പോ എന്തായിരുന്നു ആരോപണം? 5000 കോടി രൂപയുടെ കടൽക്കൊള്ള എന്നാണ് ദേശാഭിമാനിയിൽ എഴുതിയത്. അന്ന് പിണറായി വിജയൻ പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അദാനിയെ പറപ്പിക്കും പറഞ്ഞതാ. എന്നിട്ട് അധികാരത്തിൽ വന്നപ്പോ എന്താ ചെയ്തത്? പിണറായി വിജയൻ അദാനിയുടെ പേരെഴുതിയ ബലൂൺ പറപ്പിക്കുന്ന ഫോട്ടോ നമ്മൾ കണ്ടു. അതാ കണ്ടത്. അദാനിയുടെ മകൻ കരൺ അദാനിയെ ക്ലിഫ് ഹൗസിനകത്തേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി സദ്യ വിളമ്പിക്കൊടുത്തു പിണറായി വിജയൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ അദാനി ആരാണ്? നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രിയപ്പെട്ടവൻ, ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ, BJP-യുടെ ഫണ്ട് റൈസർ, BJP-ക്ക് വേണ്ടി കോടികൾ ഇറക്കിക്കൊണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയത്തെ മുഴുവൻ, ജനാധിപത്യത്തെ മുഴുവൻ വിലക്കെടുക്കുന്ന കോർപ്പറേറ്റ് മുതലാളി. ആ കോർപ്പറേറ്റ് മുതലാളിയുമായിട്ടാണ് ഇപ്പോ CPM-ന് ചങ്ങാത്തമുള്ളത്, പിണറായി വിജയന് ചങ്ങാത്തമുള്ളത്. നിങ്ങൾ ഏത് മേഖലയിലാണ് BJP-യുമായിട്ട് ഇപ്പൊ സഹകരിക്കാത്തത്? അതുകൊണ്ട് തന്നെ നിങ്ങളും BJP-യും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നേർത്തില്ലാതാവുകയാണ്. ഒരു വ്യത്യാസവും ഇല്ല. മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ എന്ന് BJP-യേക്കാൾ കൂടുതൽ BJP-യുടെ വർഗീയ നിലപാടുകൾ കേരളത്തിൽ പറയുന്ന പാർട്ടിയായി CPM മാറി. നിങ്ങൾ കണ്ടല്ലോ, വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി ജയിച്ച 4 ലക്ഷത്തിന്റെ ഭൂരിപക്ഷം മത തീവ്രവാദികളുടെ വോട്ടാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. മലപ്പുറത്തും കോഴിക്കോടുമൊക്കെ വ്യായാമം ചെയ്യുന്നവരുടെ എണ്ണത്തിൽ കൂടുതൽ മുസ്ലിങ്ങളായതുകൊണ്ട് അത് മുഴുവൻ തീവ്രവാദ പരിശീലനമാണെന്ന് CPM-കാരൻ കളിയാക്കി ആക്ഷേപിച്ചു. ഒരു മതവിഭാഗത്തെ മുഴുവൻ അപരവൽക്കരിച്ചുകൊണ്ട്, അന്യവൽക്കരിച്ചുകൊണ്ട് ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാറിനേക്കാൾ കൊടിയ രീതിയിൽ വർഗീയത പറയുന്നവരായി, വർഗീയതയുടെ പ്രചാരകരായി, പ്രയോക്താക്കളായി CPM മാറി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചുവപ്പും കാവിയും തമ്മിലുള്ള മാറ്റം, ആ മാറ്റം ഇപ്പൊ നമുക്ക് ബോധ്യപ്പെടുന്നില്ല. ചുവപ്പ് നരച്ച് അല്ലെങ്കിൽ ചുവപ്പ് ദ്രവിച്ച് കാവിയായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കാവിയും ചുവപ്പും തമ്മിൽ കാലവ്യത്യാസമില്ലാത്ത, തിരിച്ചറിയാൻ കഴിയാത്ത കാലാവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ രാജ്യത്ത് ഇന്ന് RSS-ഉം സംഘപരിവാറും BJP-യും മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരെ, വർഗീയതയ്ക്കെതിരെ, ഫാസിസത്തിനെതിരെ നിലപാടെടുക്കുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ആ പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ പിണറായി വിജയൻ മകൾക്കെതിരെ ഒരു കേസ് വന്നപ്പോഴേക്ക്, തനിക്കെതിരെ SNC ലാവലിൻ കേസ് വന്നപ്പോഴേക്ക്, അതല്ലെങ്കിൽ
മകന് EDയുടെ നോട്ടീസ് വന്നപ്പോഴേക്ക് കിടുകിടാ വിറച്ചുകൊണ്ട് അമിത്ഷായുടെയും RSSന്റെയും കാൽച്ചൂട്ടിൽ പോയി കിടക്കുമ്പോ പാതാരവിന്ദങ്ങളിൽ പോയി സാഷ്ടാംഗ നമസ്കാരം നടത്തുമ്പോ മറുവശത്ത് ഇന്ത്യയിൽ RSSനെതിരെ പ്രസംഗിച്ചതിന്റെ പേരിൽ 39 കേസുകൾ നേരിടുന്ന ഒരു നേതാവുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ RSSനെതിരെ പ്രസംഗിച്ചതിന്റെ പേരിൽ 39 കേസുകൾ നേരിടുന്ന ഒരു നേതാവുണ്ട്. ആ നേതാവിനെതിരെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയും അദ്ദേഹത്തിന്റെ രോഗാതുരയായിട്ടുള്ള മാതാവിനെതിരെയും കള്ളക്കേസുകൾ ചുമത്തി കേന്ദ്ര ഏജൻസികൾ ദിവസങ്ങളോളമാണ് ആ നേതാവിനെ ചോദ്യം ചെയ്തത്. കഴിഞ്ഞ 10 വർഷക്കാലമായി ആ നേതാവിനെ BJPയുടെ IT വിഭാഗം, BJPയുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഗുണ്ടാപ്പട ആ നേതാവിനെതിരെ സ്ഥിരമായി ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു, അധിക്ഷേപിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തെ, അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെ വളച്ചൊടിക്കുന്നു. 10 വർഷമായി നിരന്തരമായി ആക്രമിക്കുമ്പോഴും കേന്ദ്ര ഏജൻസികളെ വിട്ട് തന്നെയും തന്റെ കുടുംബത്തെയും വേട്ടയാടുമ്പോഴും തന്റെ രോഗാതുരയായ മാതാവിനെ 48 മണിക്കൂറിലധികം ചോദ്യം ചെയ്ത് പീഡിപ്പിക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ 10 വർഷമായി RSSനെതിരെ പറയാനുള്ള ഒരു അവസരം പോലും പാഴാക്കാതെ RSSനെതിരെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, സംഘപരിവാറിനെതിരെ നിലപാട് ഉയർത്തി പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലൊരു മനുഷ്യൻ സധൈര്യം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്നുണ്ട്. ആ മനുഷ്യന്റെ പേരാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ മഴയെന്നോ പേമാരിയെന്നോ കൊടുങ്കാറ്റെന്നോ മഞ്ഞ് വീഴുന്ന കാശ്മീരിലെ താഴ്വരകളെന്നോ വ്യത്യാസമില്ലാതെ നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായിട്ടുള്ള നിലപാടുമായിട്ടൊരു മനുഷ്യൻ കോടിക്കണക്കിന് വരുന്ന ഇന്ത്യക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്നു. ആ മനുഷ്യന്റെ പേരാണ് രാഹുൽ ഗാന്ധി. ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്, ചിന്തിച്ചു പോവുകയാണ്, രാഹുൽ ഗാന്ധിയുടെ നട്ടെല്ലിന്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ടെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വെച്ചുകൊടുത്തിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. സംഘപരിവാറിനെതിരെ പോരാടാൻ, BJPക്കെതിരെ പറയാൻ നിങ്ങൾ എന്തേ ഭയക്കുന്നു? മറുവശത്ത് രാഹുൽ ഗാന്ധി മാതൃക കാണിച്ചു തരുന്നുണ്ട്. എത്രയോ കൊടിയ ആക്രമണങ്ങൾ നേരിടുമ്പോഴും, വലിയ തോതിൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോഴും, അന്വേഷണ ഏജൻസികളെ വിട്ടുകൊണ്ടുള്ള ഭീഷണികൾ നേരിടുമ്പോഴും ആ മനുഷ്യൻ പതറാതെ, ഇടറാതെ, ഒരിടർച്ച പോലും കാണിക്കാതെ ചങ്കൂറ്റത്തോടുകൂടി രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. സധൈര്യം മോദിക്കെതിരായിട്ടുള്ള നിലപാടുകൾ പറയുന്നു. അത് തമിഴ്നാടായിക്കോട്ടെ, കേരളമായിക്കോട്ടെ, ബീഹാർ ആയിക്കോട്ടെ, കശ്മീർ ആയിക്കോട്ടെ, എല്ലായിടത്തും പോയി അദ്ദേഹം സധൈര്യം തന്റെ നിലപാടുകൾ ഉയർത്തി പറയുന്നു. അത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ മഹത്വം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഒരു പോരാട്ടമുണ്ട്. ആ പോരാട്ടം നേരത്തെ ബഹുമാനായിട്ടുള്ള DCC പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. ആ ജനാധിപത്യത്തിനെ താങ്ങി നിർത്തുന്ന, അതിന്റെ കാവലായിട്ടുള്ള ഇന്ത്യയുടെ മനോഹരമായ ഭരണഘടനയുണ്ട്. ആ ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ന് നടത്തുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ മനോഹരമായിട്ടുള്ള ഭരണഘടനയും ജനാധിപത്യവും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ നാടിന്റെ ഗതി എന്താകുമായിരുന്നു? ഇന്ന് ഈ സായം സന്ധ്യയിൽ എനിക്കും നിങ്ങൾക്കും ഇവിടെ ഇരുന്ന് ഇതുപോലെ രാഷ്ട്രീയം പറയാൻ സാധിക്കായിരുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി മുതൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുതൽ രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ ആരെയും വിമർശിക്കാൻ, നമ്മുടെ അഭിപ്രായം പറയാൻ, സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ നമുക്ക് എന്തുകൊണ്ടാ സ്വാതന്ത്ര്യം ഉണ്ടായത്? നമ്മുടെ നാടിന് മനോഹരമായ ഒരു ഭരണഘടന ഉണ്ടായതുകൊണ്ടാ. ആ ഭരണഘടനയുടെ അടിസ്ഥാനമായിട്ടുള്ള വോട്ടവകാശത്തെ പോലും ഇല്ലാതാക്കിക്കൊണ്ട്, അതിൽ കളങ്കം വരുത്തിക്കൊണ്ട്, ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വരെ ദുരുപയോഗിച്ചുകൊണ്ട് BJP നമ്മുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിനെ ചെറുക്കുക എന്നുള്ളത് വാസ്തവത്തിൽ നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടം മാത്രമല്ല, മലപ്പുറംകാരെ സംബന്ധിച്ചിടത്തോളം, വേങ്ങരക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൂർവികരോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ നീതി കൂടിയാണ് എന്ന ബോധ്യം നമുക്ക് വേണം. കാരണം ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ, നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം കിട്ടാൻ ബ്രിട്ടീഷുകാരന്റെ നിറനോക്കുകൾക്ക് മുന്നിൽ വിരിമാറ് കാണിച്ചു കൊടുത്ത പാരമ്പര്യമുള്ള മലപ്പുറംകാരൻ രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തിനൊപ്പം നിൽക്കണം. കാരണം നമ്മൾ കൂടെ നിന്നിട്ടില്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടന അപകടത്തിൽപ്പെടും. ആ ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യത ഇല്ലാതാവും. ആ ഭരണഘടന ഉറപ്പു നൽകുന്ന മതേതരത്വം ഇല്ലാതാവും. ഈ രാജ്യം RSSും മോദിയും ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു മതരാഷ്ട്രമായി മാറും. ആ മതരാഷ്ട്രത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാവില്ല. ഈ നാട് മതഭ്രാന്ത് പിടിച്ച മറ്റൊരു മതരാഷ്ട്രമായിട്ട് മാറും. അങ്ങനെയാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഏകോദര സഹോദരങ്ങളെ പോലെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ജൈനനെന്നോ പാഴ്സിയെന്നോ മതമുള്ളവനെന്നോ മതമില്ലാത്തവനെന്നോ വ്യത്യാസമില്ലാതെ മനുഷ്യർ ഒരു മാലയിലെ മുത്തുമണികളെ പോലെ ചേർത്ത് നിർത്തുന്ന ഒരു മനോഹരമായ രാജ്യം, ആ രാജ്യം നമുക്കുണ്ടാക്കി തന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ നാട് നിലനിൽക്കണം. അതിന് കോൺഗ്രസ് തിരിച്ചു വരണം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ
ഒരു ദിവസം എന്റെ പഴയ പാർട്ടിയിൽ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, വളരെ ആവേശത്തോടു കൂടി പറഞ്ഞു, എന്നോട് പറഞ്ഞത്, ഹിന്ദുക്കൾക്ക് വേണ്ടി കോൺഗ്രസ് ഒന്നും പറയുന്നില്ല, ഹിന്ദുക്കൾക്ക് വേണ്ടി കോൺഗ്രസ് ഒന്നും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ സംയമനത്തോടു കൂടി കേൾക്കണം, എന്നിട്ടൊരു മറുപടി പറയണം. 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി ഈ രാജ്യം ഒരു നവജാത ശിശുവിനെ പോലെ പിറവിയെടുത്ത് വീണത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈകളിലേക്ക് അല്ലായിരുന്നെങ്കിൽ ഈ നാടിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഈ രാജ്യം 47 ആഗസ്റ്റ് മാസം 15-ാം തീയതി ഒരു നവജാത ശിശുവിനെ പോലെ പിറവിയെടുത്ത് വീണത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈകളിലേക്കായിരുന്നത് കൊണ്ടാണ് അന്ന് ഭരണഘടനാ അസംബ്ലിയിൽ ബഹുഭൂരിപക്ഷം ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടി ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് തീരുമാനമെടുത്തത് കൊണ്ടാണ് ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമായി മാറിയത്. വേണമെങ്കിൽ കോൺഗ്രസിന് നമ്മുടെ രാജ്യത്തെ സ്റ്റാലിന്റെ റഷ്യയെ പോലെ, മാവോയുടെ ചൈനയെ പോലെ, നെഹ്റുവിന്റെ ഇന്ത്യ മാത്രമാക്കി മാറ്റാമായിരുന്നു, കോൺഗ്രസ് മാത്രമുള്ള രാജ്യമാക്കി മാറ്റാമായിരുന്നു. പക്ഷെ കോൺഗ്രസ് എന്താ തീരുമാനിച്ചത്? കോൺഗ്രസിന്റെ ധിഷണാശാലികളായിട്ടുള്ള, ദീർഘദർശികളായിട്ടുള്ള, ജനാധിപത്യവാദികളായിട്ടുള്ള നേതാക്കന്മാർ തീരുമാനിച്ചു, ഈ രാജ്യത്ത് കോൺഗ്രസ് മാത്രം ഉണ്ടായാൽ പോരാ, മറിച്ച് ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യരിൽ ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവൻ, ഒരു വരിയുടെ ഏറ്റവും അവസാനം നിൽക്കുന്നവൻ, അവന്റെ ശബ്ദവും ഈ രാജ്യത്തിന്റെ ഭരണത്തിൽ അവനും പങ്കാളിത്തം ഉണ്ടാകണം, അവന്റെ ശബ്ദവും ഇന്ദ്രപ്രസ്ഥത്തിൽ മുഴങ്ങിക്കേൾക്കണമെന്ന് കോൺഗ്രസ് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ നാട്ടിൽ ജനാധിപത്യം ഉണ്ടായത്. ആ ജനാധിപത്യത്തിന്റെ ഉൽപ്പന്നമായിട്ടാണ് ഈ നാട്ടിൽ മനോഹരമായ ഭരണഘടന ഉണ്ടായത്. ആ ഭരണഘടനയിലാണ് നമുക്ക് തുല്യത കിട്ടിയത്. ആ തുല്യതയുടെ അടിസ്ഥാനത്തിലാണ് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഭേദമില്ലാതെ ഏവർക്കും തുല്യമായ അവകാശം ഈ നാട്ടിൽ കിട്ടിയത്. അതില്ലായിരുന്നെങ്കിൽ ഈ നാടിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? അതില്ലെങ്കിൽ ഈ നാടിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഈ നാട് മതഭ്രാന്ത് പിടിച്ച മറ്റൊരു രാജ്യമായി മാറുമായിരുന്നു. നിങ്ങൾ ആലോചിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഞാൻ അവനോട് പറഞ്ഞു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചത് കൊണ്ടാണ് ഈ നാട്ടിൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ, ഇഷ്ടമുള്ള ഭാഷ സംസാരിക്കാൻ, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ, ഇഷ്ടമുള്ള സിനിമ കാണാൻ, ഇഷ്ടമുള്ള നോവൽ വായിക്കാൻ, ഇഷ്ടമുള്ള പെണ്ണിനെ പ്രണയിക്കാൻ, ആ പെണ്ണിനെ വിവാഹം കഴിക്കാൻ, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ, വിശ്വസിക്കുന്ന മതം പ്രചരിപ്പിക്കാൻ, അങ്ങനെ യൂറോപ്പിലോ അമേരിക്കയിലോ ഒരു മനുഷ്യൻ എന്തൊക്കെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ, ഒരു ലിബറൽ ഡെമോക്രസിയിൽ ഒരു മനുഷ്യൻ എന്തൊക്കെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ, ആ സ്വാതന്ത്ര്യത്തെക്കാൾ കൂടുതൽ പൗരസ്വാതന്ത്ര്യം ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്ത പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഒരുപക്ഷെ ദരിദ്ര ജനകോടികളുടെ രാഷ്ട്രമായിരുന്നിരിക്കാം, ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവന്റെ രാഷ്ട്രമായിരിക്കാം, 3 നേരം ഭക്ഷണം കഴിക്കാൻ ഇല്ലാതിരുന്നവന്റെ രാഷ്ട്രമായിരുന്നിരിക്കാം. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാനില്ലാതിരുന്ന ദരിദ്ര ജനകോടികളുടെ രാഷ്ട്രമായിട്ടും അവനെ ആത്മാഭിമാന ബോധത്തോടുകൂടി ഇന്ത്യക്കാരനാണെന്ന അഭിമാന ബോധത്തോടുകൂടി നിലനിൽക്കാൻ പ്രേരിപ്പിച്ചത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യമാണ്, ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ്. അത് നൽകിയ പാർട്ടിയുടെ പേരാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇനി പറയാ RSSകാരാ 47 ആഗസ്റ്റ് മാസം 15-ാം തീയതി കോൺഗ്രസിന് പകരം RSSന്റെ കൈകളിലായിരിക്കായിരുന്നു ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടി അധികാരം കിട്ടിയെങ്കിൽ ഈ നാടിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുമായിരുന്നു, ഇഷ്ടമുള്ള ഭാഷ സംസാരിക്കാൻ പറ്റുമായിരുന്നു, ഇഷ്ടപ്പെട്ട സിനിമ കാണാൻ പറ്റുമായിരുന്നു, ഇഷ്ടപ്പെട്ട പുസ്തകം വായിക്കാൻ പറ്റുമായിരുന്നു, പോട്ടെ ഇഷ്ടപ്പെട്ട പെണ്ണിനെ പ്രണയിക്കാൻ പറ്റുമായിരുന്നു, ആ പെണ്ണിനെ വിവാഹം കഴിക്കാൻ പറ്റുമായിരുന്നു, ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാൻ പറ്റുമായിരുന്നു, വിശ്വസിക്കുന്ന മതം പ്രചരിപ്പിക്കാൻ പറ്റുമായിരുന്നു. ഈ നാട്ടിൽ ഇന്ന് അനുഭവിക്കുന്ന ഏത് സ്വാതന്ത്ര്യമാണ് RSSകാരൻ നമുക്ക് അനുവദിച്ചു തരുമായിരുന്നത്? ഒരൊറ്റ സ്വാതന്ത്ര്യം പോലും കിട്ടില്ലായിരുന്നു. മാത്രമല്ല, ഈ നാട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വർഗീയ ഭ്രാന്ത് പിടിച്ച് മനുഷ്യർ പരസ്പരം കൊന്നു തീർക്കുന്ന ഈ രാജ്യത്തിലെ നദികളിൽ മുഴുവൻ രക്തം കൊണ്ട് പങ്കിലമായ നദികളായിട്ട് ഈ രാജ്യത്തെ നദികൾ ഒഴുകിപ്പോകുമായിരുന്നു. നമ്മുടെ ഗംഗയും യമുനയും നമ്മുടെ കാവേരിയും അടക്കമുള്ള, നമ്മുടെ ഭാരതപ്പുഴയടക്കമുള്ള നമ്മുടെ രാജ്യത്തെ നദികളിൽ വെള്ളത്തിന് പകരം മനുഷ്യരുടെ രക്തം ഒഴുകിപ്പോകുന്ന സ്ഥിതി ഉണ്ടാകുമായിരുന്നു. കബന്ധങ്ങളാൽ നിറയുമായിരുന്നു ഈ രാജ്യം. അത് അങ്ങനെയാകാതെ പോയത് പ്രിയപ്പെട്ടവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ നാട് ഭരിച്ചത് കൊണ്ടാണ്. മറുവശത്ത് എന്റെ ശബ്ദം കേട്ട് നിൽക്കുന്ന ഈ DYFIക്കാരോടും അതുപോലെ തന്നെ CPMകാരോടും എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നാട് സ്വാതന്ത്ര്യം കിട്ടി നേരെ അധികാരം കിട്ടിയത് കമ്മ്യൂണിസ്റ്റുകാരന്റെ കൈകളിലേക്കായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഇപ്പൊ വേങ്ങര മണ്ഡലം റാലി കഴിഞ്ഞിട്ട് ചിലപ്പോ ഇപ്പൊ തന്നെ വന്നിട്ടുണ്ടാവും, ഫേസ്ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ CPMകാരൻ ഈ റാലിക്കെതിരെ കുറ്റം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും, അല്ലേ?
ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടാവും. എവിടെ ഞാൻ ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൈകളിലേക്കായിരുന്നു അധികാരം കിട്ടിയതെങ്കിൽ അനക്ക് കോൺഗ്രസിനെ കുറ്റം പറയാൻ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഈ നാട്ടിലുണ്ടാകുമായിരുന്നോ? ചൈനയിലില്ല. മനസ്സിലായോ? ചൈനയിൽ ഇൻസ്റ്റാഗ്രാം ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഗൂഗിൾ ഇല്ല, ചാറ്റ് GPT ഇല്ല, ജെമിനി ഇല്ല. എന്താണ് ഒരു മാങ്ങാത്തോലി ഇല്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിക്കുന്ന ഒരു രാജ്യത്തും ജനങ്ങൾക്ക് ഇത്തരം ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ഒരു രാജ്യത്തും ഒരു മനുഷ്യനും ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. അവിടുത്തെ ജനങ്ങൾ എന്ത് ചിന്തിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാ. അവിടെ ജനങ്ങൾ എന്ത് എഴുതണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. അവിടെ ജനങ്ങൾ എന്ത് കാണണമെന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ പാർട്ടിയാണ്. ഞാൻ ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റുകാരാ, അങ്ങനെ നിങ്ങളുടെ പാർട്ടി മാത്രമുള്ള, നിങ്ങളുടെ പാർട്ടി ചിന്തിക്കുന്നത് മാത്രം പറയാൻ സാധിക്കുന്ന, നിങ്ങളുടെ പാർട്ടി ചിന്തിക്കുന്നത് മാത്രം ചിന്തിക്കാൻ കഴിയുന്ന, നിങ്ങളുടെ പാർട്ടി കാണാൻ തീരുമാനിക്കുന്നത് മാത്രം കാണാൻ കഴിയുന്ന ഒരു ഏകാധിപത്യ രാജ്യമായിട്ട് നമ്മുടെ ഈ മനോഹരമായ രാജ്യം മാറണമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു സ്ഥലത്ത് ഒരു വശത്ത് RSS, ഒരു വശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ രണ്ട് പാർട്ടികളായിരുന്നു ഈ രാജ്യത്ത് കോൺഗ്രസിന് പകരം 47 അധികാരത്തിൽ വന്നെങ്കിൽ ഈ നാടിന്റെ ഗതി എന്താകുമായിരുന്നു? ഈ രാജ്യം ബാക്കി ഉണ്ടാകുമായിരുന്നു. ഈ രാജ്യം ബാക്കി ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷം നവംബർ മാസം 16-ാം തീയതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേർന്നപ്പോൾ പത്രസമ്മേളനത്തിൽ, ആ ചേരുന്ന പത്രസമ്മേളനത്തിൽ വെച്ച് ചില മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, ഇന്നലെ വരെ BJP ആയിരുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് കോൺഗ്രസ് ആവാൻ കഴിഞ്ഞത്? ഞാൻ അവരോട് പറഞ്ഞു ഇന്ത്യയിൽ ജനിക്കുന്ന ഓരോ പൗരന്റെയും DNA-യിൽ കോൺഗ്രസ് ഉണ്ട്. ഇന്ത്യയുടെ ആത്മാവാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ പൗരന് കോൺഗ്രസ് ആവുക എന്നുള്ളത് ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല. അവന്റെ നാച്ചുറൽ ചോയ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. മറ്റേതൊക്കെ പിന്നെ വന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ അഭിമാനബോധത്തോടുകൂടി പറയുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവ് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരേണ്ടത് ഈ രാജ്യത്ത് സമാധാനമുണ്ടായി സമാധാനത്തോടുകൂടി ജനങ്ങൾക്ക് ജീവിച്ചു പോകാൻ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവ് നമ്മുടെ രാജ്യത്തിന്റെ സർവ്വതോന്മുഖമായിട്ടുള്ള പുരോഗതിക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. ഈ ഒരു വർഷക്കാലം കേരളത്തിലുടനീളം യാത്ര ചെയ്ത വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു, മെസ്സി വരുമോ വരില്ലെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, UDF വരും. ഒരു തർക്കവും വേണ്ട. അതാണ് കേരളത്തിലെ കാലാവസ്ഥ. ഇവര് പല ഉടായ്പും പറയും, പല കാര്യങ്ങളും പറയും, അല്ലെ? 5 കൊല്ലം കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞ് ഇനി അധികാരത്തിൽ തിരിച്ചു വരില്ല എന്ന് ഉറപ്പായപ്പോ എന്തൊക്കെ ഉടായ്പകളാ പറയുന്നത്? ക്ഷേമ പെൻഷൻ 2000 ആക്കിയില്ലേ എന്ന് പറഞ്ഞു. 2500 കൊടുക്കുന്നല്ലേ പഹയന്മാരെ വാഗ്ദാനം ഉണ്ടായിരുന്നത്? ബാക്കി 500 ആര് കൊടുക്കും? നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് പാലിക്കുന്നുണ്ടോ? 9 കാലായി നമ്മളൊക്കെ, എന്റെയൊക്കെ പ്രയാസം, ഞങ്ങളൊക്കെ അമ്പലത്തിന് മുമ്പ് പോയില്ലെന്നില്ലാന്നുണ്ടെങ്കിൽ അവസാനത്തെ സ്വർണം കൂടി ഇവർ അടിച്ചുകൊണ്ട് പോകും. രാത്രി ആയി കഴിഞ്ഞ് അമ്പലത്തിലെ മുതല മുഴുവൻ കട്ടുകൊണ്ടുപോവാണ്. ശബരിമലയില് നിങ്ങൾ കണ്ടില്ലേ, സ്വർണ്ണപ്പാളി അടക്കമുള്ള കാര്യങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. ഇതുപോലെ അമ്പലം വിഴുങ്ങികൾ. എന്നിട്ട് ആ കേസ് മുഴുവൻ ഒത്തുതീർപ്പാക്കാൻ നോക്കുകയാണ്. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും അതുപോലെ ഒരു മുരാരി ബാബുവിലും ഈ കേസ് അവസാനിപ്പിക്കാൻ നോക്കുക. പക്ഷെ നിങ്ങൾക്കറിയോ, ഇത് വിജയ് മല്യ കൊടുത്ത സ്വർണം അത് ചെമ്പുപാളിയാണെന്ന് ആദ്യം എഴുതി കൊടുത്തയാളുടെ പേര് വാസു എന്നാണ്. ആരാ വാസു? CPM-ന്റെ നേതാവ്, അന്ന് ദേവസ്വത്തിന്റെ കമ്മീഷണറാണ്. പിന്നീട് അത് ചെമ്പുപാളിയാണെന്ന് എഴുതി കൊടുത്തത് പത്മകുമാറാണ്. ആരാ പത്മകുമാർ? CPM-ന്റെ MLA. പിന്നീട് 2025 വീണ്ടും ഇത് മുഴുവൻ മോഷണം നടന്നു എന്നറിഞ്ഞിട്ടും വീണ്ടും അതെടുത്ത് ഉണ്ണീഷ്ണം പോറ്റിയുടെ കയ്യിലേക്ക് കൊടുക്കാൻ പറഞ്ഞത് പ്രശാന്താണ്. ആരാ പ്രശാന്ത്? CPM-കാരൻ. ഈ CPM നേതാക്കളിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ബോധപൂർവമായ പരിശ്രമം നടത്തുന്നത്. പക്ഷേ ഒരു കാര്യം നിസ്സംശയം പറയാം, പണ്ടൊക്കെ ദൈവം പിന്നെയായിരുന്നെങ്കിൽ ഇപ്പൊ ATM പോലെയാണ്, കുത്തി അപ്പ കിട്ടും, അല്ലെ? അയ്യപ്പ സംഘം നടത്തി ജനങ്ങളെ പറ്റിക്കാൻ നോക്കിയതാ, ഒരാഴ്ച കൊണ്ട് ഹൈക്കോടതി വലിച്ചു പുറത്തേക്ക് കിട്ടും. ഒരാഴ്ച കൊണ്ട് അയ്യപ്പ സംഗമം നടത്തിയിട്ട് നിങ്ങൾ കണ്ടല്ലോ, ആ ഗോൾ അയ്യപ്പ സംഗമം നടത്തി. വേദിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നത്? പിണറായി വിജയൻ ഉണ്ടായിരുന്നു, വാസവൻ ഉണ്ടായിരുന്നു, പിന്നെ പിണറായി വിജയന് ജയ പാടുന്ന കുറച്ച് നേതാക്കന്മാരുണ്ടായിരുന്നു. ഞാൻ അവരുടെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ട് പിണറായി വിജയൻ ഒരാൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. എന്താ സർട്ടിഫിക്കറ്റ്? പിണറായി വിജയൻ പിണറായി വലിയ ഭക്തനാണ്. പറഞ്ഞ ആളെ ഞാൻ പറയുന്നത്, പിണറായി വലിയ ഭക്തനാണ്. ഞാൻ അന്ന് പറഞ്ഞു, നമ്മൾ ഈ മലപ്പുറത്തൊക്കെ ഞാൻ പറഞ്ഞു പോയതാണ്, പിണറായി ഭക്തനാന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കൂല. പിണറായി ഹിന്ദുക്കളത്തെ മുനാഫിക്കാണ്, കപടഭക്തൻ. ഇയാൾ പറഞ്ഞ ഇയാൾ എങ്ങനെയാ ഭക്തനാവുന്നത്? ശബരിമലയിലെ ആചാരങ്ങൾ മുഴുവൻ ലംഘിക്കാൻ വേണ്ടി
കനകദുർഗയെയും ബിന്ദു അമ്മണിയെയും അങ്ങോട്ട് കയറ്റിക്കൊണ്ടുപോയി, പോലീസിന്റെ സഹായത്തോടുകൂടി കയറ്റിക്കൊണ്ടുപോയി. അവിടെ ആചാരലംഘനം നടത്തിയതിനു ശേഷം പിണറായി പിറ്റേ ദിവസത്തെ പത്രസമ്മേളനത്തിൽ ഒരു അട്ടഹാസം നടത്തിയിട്ടുണ്ട്. ആ പത്രസമ്മേളനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? രാമായണ സീരിയലിൽ പണ്ട് രാക്ഷസന്മാർ ചിരിക്കും, അതുപോലൊരു ചിരിയായിരുന്നു പിണറായിയുടെ ചിരി. നിങ്ങൾ മറന്നാലും സഖാക്കളെ, അതൊന്നും ഈ നാട്ടിലെ കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ വിശ്വാസികൾ മറക്കാൻ പോകുന്നില്ല. അതുപോലെയുള്ള ദ്രോഹമാണ് നിങ്ങൾ ശബരിമലയോട് ചെയ്തത്. ഇപ്പൊ ഏറ്റവും ഒടുക്കം നടത്തിയിട്ടുള്ള ഈ സ്വർണ്ണപ്പാളി മോഷണം നടത്തി. ശബരിമലയിൽ മാത്രമല്ല, ഗുരുവായൂരടക്കം കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ സ്വർണം മുഴുവൻ, അവിടുത്തെ സ്വത്തുക്കൾ മുഴുവൻ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് അവർ അടിച്ചു മാറ്റിയിരിക്കുകയാണ്. ഒരു തർക്കവും വേണ്ട. 6 മാസം കഴിഞ്ഞ് UDF അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ ക്ഷേത്ര മുതലുകൾ കട്ടെടുത്ത മുഴുവൻ CPM നേതാക്കന്മാരുടെയും സ്ഥാനം കേരളത്തിലെ സെൻട്രൽ ജയിലുകളിലായിരിക്കുമെന്ന് മുന്നറിയിപ്പ് തരാൻ ഞാൻ ആഗ്രഹിക്കുക. ഇത് വെറുതെ വിടാൻ പോകുന്നില്ല. കാരണം ആരോ ആയിക്കോട്ടെ, ഏത് മതവിശ്വാസി ആയിക്കോട്ടെ, ആ മതവിശ്വാസി ദൈവത്തിന് സമർപ്പിച്ചത്, ആഗ്രഹിച്ച് സമർപ്പിച്ച ആ സ്വത്ത്, അത് ദൈവത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള ആ സ്വത്ത്, അത് മോഷ്ടിച്ചെടുത്താൽ അതിനേക്കാൾ കൊടിയ പാപം വേറൊന്നുമില്ല. അതിനേക്കാൾ കൊടിയ പാപം വേറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ശബരിമലയോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് പരിഹാരക്രിയ എന്നുള്ള നിലയ്ക്ക് നിങ്ങളിപ്പോ അയ്യപ്പ സംഗമം പരിപാടിയൊക്കെ നടത്തുന്നുണ്ടല്ലോ, അതൊന്നും നടത്തിയുകൊണ്ട് ഒരു കാര്യവുമില്ല. ഇനിയിപ്പോ മുഹമ്മദ് റിയാസും പിണറായി 41 ദിവസം വ്രതെടുത്ത് ശബരിമലയിൽ പോയാൽ പോലും തീരാത്തത്ര പാപം നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് 10 വർഷക്കാലം കൊണ്ട് ഈ സർക്കാർ ചെയ്ത ദ്രോഹങ്ങൾ. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. ഏതേത് മേഖലകളിലാണ് വിലക്കയറ്റമില്ലാത്തത്? ഉപ്പ് മുതൽ കർപ്പൂരം വരെ സകലമാന സാധനങ്ങൾക്ക് ഇന്നിപ്പോ വരുന്ന സമയത്ത് ചിഞ്ചുറാണി നമ്മുടെ ക്ഷീര വികസന മന്ത്രി പറഞ്ഞിരിക്കുന്നത് പാലിന്റെ വില കൂട്ടാൻ പോവാ. എപ്പോ? പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞാൽ പാലിന്റെ വില കൂട്ടുന്ന അഡ്വാൻസ് ആയി പ്രഖ്യാപിച്ചു. പാലിന്റെ വില മാത്രമാണോ? വെള്ളത്തിന്റെ കരം എത്രയാ വർദ്ധിപ്പിച്ചത്? കറണ്ട് ചാർജ് എത്രയാ വർദ്ധിപ്പിച്ചത്? നമ്മുടെ ഭൂനികുതി എത്രയാ വർദ്ധിപ്പിച്ചത്? 1000 സ്ക്വയർ ഫീറ്റിന്റെ വീടുണ്ടാക്കാൻ പഞ്ചായത്തിൽ ഒരു അപേക്ഷയുമായി പോയി കഴിഞ്ഞാൽ അതിന്റെ ബിൽഡിംഗ് പെർമിറ്റിന് എത്ര ഇരട്ടി കൊടുക്കണം? ഭൂനികുതിയും അതുപോലെ വീട്ടുനികുതിയും അടക്കം സാധാരണക്കാരായ മനുഷ്യരെ പോക്കറ്റടിക്കുന്ന ഒരു സർക്കാർ, ഇതുപോലെ സർക്കാർ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് 19% DA കുടിശ്ശിക കിട്ടാൻ ബാക്കിയാണ്. ആയിരക്കണക്കിന് കോടി ഉറുപ്പിക സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാൻ ബാക്കിയാണ്. കോൺട്രാക്ടർമാർക്ക് പണം കൊടുക്കാൻ ബാക്കിയാണ്. ആകപ്പാടെ ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു കരാറുകാർക്ക് പണം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഊരാളുങ്കലുകാർക്കാണ്. ഈ നാട്ടിലെ സകലമാന സാധനങ്ങളും ഊരാളുങ്കലിനാണല്ലോ. എന്തൊക്കെയാ ഊരാളുങ്കലിന്? റോഡ് ഉണ്ടാക്കാൻ ഊരാളുങ്കൽ, പാലം ഉണ്ടാക്കാൻ ഊരാളുങ്കൽ, ക്യാമറ വെക്കാൻ ഊരാളുങ്കൽ, ബിരിയാണി വെക്കാൻ ഊരാളുങ്കൽ, എല്ലാത്തിനും ഊരാളുങ്കലാണ്. ഈ പണം മുഴുവൻ CPM നേതാക്കന്മാർക്ക് പോകുന്നു. അവിടുന്ന് മാസപ്പടിയായി വീണ വിജയന് പോകുന്നു. ഇവിടെ CPM അല്ലാത്തവർക്ക് അല്ലെങ്കിൽ ഭരണത്തിന്റെ പങ്കാളിത്തം ഭരണകർത്താക്കളുമായി പിണറായി വിജയൻ സർക്കാരുമായി ചേർന്ന് നിൽക്കാത്ത സാധാരണക്കാരായ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഞാൻ ഇവിടെ 10 ഉറുപ്പിക ഈ നാട്ടിലെ സാധാരണക്കാരുടെ പോക്കറ്റ് എടുക്കാനുണ്ട്. പാവപ്പെട്ടവന് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. 10 ഉറുപ്പിയുടെ സഹായം ഈ സർക്കാർ, പിണറായി സർക്കാർ വന്നതിന് ശേഷം നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒരാൾക്ക് എന്തെങ്കിലും, നിങ്ങൾ ആലോചിച്ചു, UDF ഭരിക്കുന്ന കാലത്ത് അല്ലേ, നമ്മുടെ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് കാരുണ്യ ബെനവലന്റ് ഫണ്ട് ഉണ്ടായിരുന്നു. ഈ നാട്ടിലെ പാവപ്പെട്ടവനൊരു ഹൃദയ ശസ്ത്രക്രിയ ആവശ്യം വന്നാൽ, ഒരു കിഡ്നിയുടെ മാറ്റിവെക്കൽ ആവശ്യം വന്നാൽ, വീട് ജപ്തിയാവുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഈ നാട്ടിലെ പാവപ്പെട്ടവനൊരു കോൺഗ്രസ് നേതാവിന്റെ കയ്യും പിടിച്ച് മുഖ്യമന്ത്രിയെ കാണാൻ പോയി അരപ്പായ കടലാസിൽ അപേക്ഷ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ അപേക്ഷയുടെ പുറകിൽ തന്നെ ആ പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക്, പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയിരുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രിയുടെ പേരാണ് ഉമ്മൻചാണ്ടി. മറുവശത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പോ ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം അവരുടെ പാർട്ടിക്കാർക്കെങ്കിലും 10 ഉറുപ്പിക കിട്ടിയിട്ടുണ്ട്? ഇല്ലല്ലോ. എന്തെങ്കിലും ഒരു കാര്യത്തിൽ സഹായം കിട്ടിയിട്ടുണ്ട്? അങ്ങനെ പൂർണ്ണമായിട്ടും പറഞ്ഞുകൂടാ. ഈ അടുത്ത് മാത്രമാണ് ചില ആളുകൾക്ക് സഹായം കിട്ടിയത്. ഒരാള് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ടൗണിൽ. ഞാൻ ചോദിച്ചു, എന്താ മോനെ കരഞ്ഞു വയ്ക്കുന്ന സമയത്ത്? ആദ്യമായിട്ട് പിണറായിയുടെ കയ്യിൽ നിന്ന് 20 ഉറുപ്പിക കിട്ടി. അതിന്റെ നന്ദിയാണ്, അതിന്റെ ആനന്ദ കണ്ണീരാണ്. മൂപ്പർ ബീവറേജിൽ നിന്ന് ഒരു കുപ്പി വാങ്ങി. ആ കുപ്പിത്തെ മദ്യം 1 ലിറ്ററിന്റെ വെള്ളക്കുപ്പിക്ക് ഒഴിച്ച് ഈ കുപ്പി തിരിച്ച് ബീവറേജ് കൊടുത്തപ്പോൾ 20 ഉറുപ്പിക കൊടുത്തു. പുതിയ പദ്ധതിയാണ് പിണറായിയുടെ. ഇതല്ലാതെ 10 ഉറുപ്പിക ഈ നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഈ നാട്ടിലെ CPM-മാരടക്കമുള്ളവരോട് ചോദിക്കും, നിങ്ങളുടെ ഗവൺമെന്റ് വന്ന് നിങ്ങൾക്ക് എന്ത് സഹായം കിട്ടി, എന്ത് ഉപകാരം കിട്ടി? മറുവശത്ത് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യർക്ക് എന്തൊരു പ്രയാസം വന്നാലും ഞങ്ങൾക്കൊരു ഗവൺമെന്റിനോട് സഹായിക്കാൻ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിൽ ഇന്ന് പാവപ്പെട്ടവൻ ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കുക. കാരണം സർക്കാർ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ തിരികെ വരുന്നത് മൃതദേഹമായിട്ടായിരിക്കുമെന്ന ഭയമാണ് അവനെ വേട്ടയാടുന്നത്. ചികിത്സ കിട്ടുന്നില്ല, മരുന്നില്ല എന്നത് പോട്ടെ, ആശുപത്രി കെട്ടിടങ്ങൾ പോലും ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് അതിന്റെ ചോട്ടിൽ ആളുകൾ കിടക്കുന്നു.
ഇനി എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്ത് ജയിലിൽ പോകാൻ നേരി കഴിഞ്ഞാൽ ജയിലിലത്തെ അവസ്ഥയും മഹാമോശം. ഞാൻ 10 ദിവസം പിണറായിയുടെ ഔദാര്യം കൊണ്ട് ജയിലിലായിരുന്നു. അവിടെയും അവസ്ഥ മോശം. ഈ നാട്ടിൽ എവിടെയും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നാടിനെ സർവ്വതോന്മുഖമായിട്ട് പുറകോട്ടടിച്ച 10 വർഷക്കാലം കൊണ്ട് ഈ നാടിനെ കുട്ടിച്ചോറാക്കിയിട്ടുള്ള പിണറായി ഭരണത്തെ അറബിക്കടലിലേക്ക് വലിച്ചെറിയേണ്ട സമയമായി. അതിന് നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട്, ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ആ ജനങ്ങളുടെ പ്രതീക്ഷയെ നിറവേറ്റാൻ നമുക്കെല്ലാവർക്കും കഴിയണം. അതിനുള്ള തുടക്കമായി വേങ്ങര മണ്ഡലത്തിന്റെ ഇന്നത്തെ ഈ റാലിയെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്.